അടിരൂപതയിൽ നൈറ്റ് തൊഴിലാളി ലഹള. തിരുപ്പിറവി ആഘോഷം കഴിഞ്ഞില്ല, തിന്നത് ദഹിച്ചില്ല. അതിനു മുമ്പേ ക്രിസ്തുവിന്റെ സാന്നിധ്യം പൂജ്യമായ സഭയുടെ എറണാകുളം അങ്കമാലി അടിരൂപതയിൽ നൈറ്റ് കൂദാശ കുർബാനത്തൊപ്പി തൊഴിലാളികൾ വീണ്ടും ചേരിതിരിഞ്ഞ് അടി തുടരുന്നു. അടിയെന്ന് പറഞ്ഞാൽ ചെറിയ അടിയൊന്നുമല്ല, മുടിഞ്ഞ അടി, കുപ്പായം പറിച്ചുള്ള അടി. അംശപടിക്ക് വലിപ്പം പോരാഞ്ഞ് വലിയ സ്റ്റാൻഡും എടുത്തിട്ടാണ് തലയടിച്ചു പൊളിക്കുവാൻ ബിഷപ്പ് ഹൗസിലെ അണ്ണന്മാർ വിശ്വാസികളെയും പാതിരികളെയും ഓടിച്ചത്. കർത്താവ് ഇതെല്ലാം കണ്ട് പുല്ല് ഇവിടെ ജനിക്കേണ്ടായിരുന്നു എന്ന് ആത്മകഥം പറഞ്ഞു. തൻ്റെ പിറവിക്ക് കാരണക്കാരിയായ മാതാവിനെയും പരിശുദ്ധാത്മാവിനെയും മനസ്സിൽ പ്രാഗി. പിതാവ് ജോസഫിനെ അദ്ദേഹം മാപ്പുസാക്ഷിയാക്കി. പിതാവ് ജോസഫിനെ സ്മരിക്കാതിരുന്നതിന് കാരണം പരിശുദ്ധാത്മാവാണല്ലോ എല്ലാത്തിനും കാരണക്കാരൻ. മാതാവിനെയും കുറ്റം പറയുവാൻ പാടില്ല, കാരണം മാലഹ പറഞ്ഞപ്പോഴാണല്ലോ മാതാവിന് കാര്യം മനസ്സിലായത്. എളിമയെന്തെന്ന് കാണിച്ചു തരുവാൻ കാലിത്തൊഴുത്തിൽ പിറക്കുകയും ക്ഷമയെന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു കർണത്തടിക്കുന്നവന് മറുകർണം കൂടി കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിക്കുകയും ജീവൻ നൽകിയും നമുക്ക് സ്നേഹിക്കാമെന്ന് തൻ്റെ ക്രൂശുമരണത്തിലൂടെ കാണിച്ചു തന്ന ആ യേശുക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് പോച്ചയടിക്കുന്ന മോൻ്റെ മോന്മാർ തിന്നത് എല്ലിനിടയിൽ കയറിക്കിടന്ന് കാണിക്കുന്ന കന്നൻ തെരുവുകൾ നാട്ടുകാർ കാണുക. കൊടിയ വിഷം വമിക്കുന്ന വിഷപ്പന്റെ മെനകെട്ട അരമനയുടെ മുന്നിൽ കിടന്നായിരുന്നു ഈ കന്നൻ തെരുവുകൾ. എറണാകുളം അങ്കമാലി അടിരൂപതയിലെ ഈ പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയും ഒക്കെ തുടങ്ങിയതല്ല. എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന കളിക്കണം എന്ന വിഷയവുമല്ല മൂലകാരണം. പരിധിയില്ലാത്ത കള്ളപ്പണം, പരിധിയില്ലാത്ത സമ്പത്ത്, പരിധിയില്ലാത്ത അധികാരമുള്ള മെത്രാന്മാർ കൊള്ളയടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സ്വത്തുവകകളിൽ നേരിട്ട് യാതൊരു നിയന്ത്രണവും അധികാരവുമില്ലാത്ത മുണ്ണക്കുഞ്ഞുങ്ങളായ ഗതികെട്ട വിശ്വാസികൾ എതിർക്കുവാനുള്ള ഒരു പാഴ്ശ്രമം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ഒച്ചപ്പാടുകൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് അടിമകളായ വിശ്വാസികളെയായിരുന്നു ഇവന്മാർ നിലയ്ക്ക് നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇവന്മാരുടെ കൊള്ളയ്ക്ക് കുടപിടിക്കാത്ത സകലമാന വൈദികരെയും മെത്രാന്മാരെയും ചോദ്യം ചെയ്യുന്ന വിശ്വാസികളെയും ഇവർ ശത്രുപക്ഷത്ത് നിർത്തുന്നു, ആക്രമിക്കുന്നു. ആലഞ്ചേരിയുടെ ഭൂമി കുംഭകോണം പുറത്തു കൊണ്ടുവരികയും അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തതാണ് എറണാകുളം അങ്കമാലി അടിരൂപതയിലെ വൈദികരും വിശ്വാസികളും ചെയ്ത മാരകമായ കുറ്റം. അതിൻ്റെ പ്രതികാര നടപടികളുടെ തുടർച്ചയാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഭയുടെ
ആഗോള മുതലാളി പോപ്പിന് പോലും ഒരു കോപ്പും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. ആലഞ്ചേരിയെ കർദിനാൾ സ്ഥാനത്ത് നിന്നും എടുത്ത് ദൂരെ കളഞ്ഞുവെങ്കിലും കേരള പൂജ്യം സഭയെ നിയന്ത്രിക്കുന്നത് ഇന്നും തീവട്ടി ആലഞ്ചേരിയും സിൽബന്ദികളുമാണ്. ഔദ്യോഗിക പദവിയിലിരിക്കുന്ന തട്ടിൽ ഉൾപ്പെടെ കമാനം തോമയുൾപ്പെടെ വെറും റബ്ബർ സ്റ്റാമ്പുകളാണ്. ബോസ്കോ അടക്കം ആലഞ്ചേരിയുടെ എർത്തുകളാണ് ഇന്ന് പൂജ്യം സഭയെ നിയന്ത്രിക്കുന്നത്. സെയിന്റ് തോമസ് മൗണ്ട് എന്ന ഔദ്യോഗിക വസതിയിലാണ് ഇന്നും ആലഞ്ചേരി താമസിക്കുന്നത്. അവിടെ ഏതോ ഒരു ചായ്പിൽ തട്ടിലും കിടക്കുന്നുണ്ടെന്നാണ് അറിവ്. സ്വസമുദായാംഗമായ LC എന്ന അനാഥവൃദ്ധയുടെ 3 കോടി പറ്റിച്ചു നിന്നിട്ട് യാതൊരു നാണവുമില്ലാതെ ഉളുപ്പുമില്ലാതെ തേഞ്ഞ ഉപദേശവും ചിരിയുമായി നടക്കുന്ന കമാനം തോമയ്ക്കെതിരെ നടപടിയെടുക്കുവാൻ പോലീസിന് പോലും ധൈര്യമില്ല. സഭയുടെ കള്ളപ്പണം ഉപയോഗിച്ച് ഏക്കർ കണക്കിന് വരുന്ന അന്യസംസ്ഥാനങ്ങളിലടക്കം വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ വസ്തുവകകൾ വിൽക്കുവാൻ പല ജിഹാദി പ്രസ്ഥാനങ്ങളുമായും ഉഡായിപ്പ് സ്വാമിമാരുടെ കള്ള ട്രസ്റ്റുകളുമായി വരെ സഖ്യമുണ്ടാക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇവർ വൈദികർ, വിമതർ എന്ന് വിളിക്കുന്നവർ ഇടങ്കോലിടുന്നത് പോലും. പല കടലാസ് ട്രസ്റ്റുകളുടെ പേരുകളിലായി രാജ്യത്തെ കണ്ണായ സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ മൂല്യമുള്ള വസ്തുവകകൾ കിടപ്പുണ്ട്. അത് കൈമാറ്റം ചെയ്യണമെങ്കിൽ, വിൽക്കണമെങ്കിൽ കളങ്കിതരായ ഒരു കൂട്ടം തീവട്ടികളുടെ സഹായം ഉണ്ടായേ പറ്റൂ. അതിനുവേണ്ടിയാണ് ഇത്തരം ക്രിമിനലുകളായ താന്തോന്നികളായ മെത്രാന്മാരെയും വൈദികരെയും രൂപതയുടെ തലപ്പത്ത് കളിപ്പാവകളായി വെച്ചിരിക്കുന്നത്. ഇതിനെ ഒരു വിഭാഗം മൂളയുള്ള വിശ്വാസികളും വൈദികരും എതിർക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണങ്ങൾ. ഇത്തരം വിഷയങ്ങളിൽ ആത്യന്തിക വിജയം സഭയെന്ന് വിളിക്കുന്ന ഈ ആത്മീയ കുർവാ സംഘത്തിനായിരിക്കും. കാരണം അവരാണ് ഇന്ന് സർക്കാരിനെ പോലും നിയന്ത്രിക്കുന്നത്. അവരുടെ നോമിനികളാണ് ഇവിടം ഭരിക്കുന്നത്. ശതകോടികളുടെ കള്ളപ്പണം ഇലക്ഷൻ ഫണ്ടായി ഇവരാണ് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ എപ്പോഴും ഇവരുടെ ആജ്ഞാനുവർത്തികളായിരിക്കും, ചെരുപ്പ് നക്കികൾ ആയിരിക്കും. അൽമായ മുന്നേറ്റം പ്രതിനിധി ഷൈജു ആന്റണിയുടെ വാക്കുകൾ കേട്ടാൽ ഇതിൽ കൂടുതൽ വ്യക്തത വരും. വിശപ്പ് ഹൗസിൽ കയറിയ എതിരാളികളായ വൈദികരെ പുറത്താക്കുവാൻ, കൈകാര്യം ചെയ്തു വിടുവാൻ ഗുണ്ടകളെ ആശ്രയിക്കുന്നതിലും നല്ലത് കേരള പോലീസിനെ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കി വിശപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശാനുസരണം ACP ആവശ്യത്തിന് പോലീസ് ഫോഴ്സുമായി എത്തി വൈദികരെ വിശപ്പിന് സന്തോഷം വരുമാറ് കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് എറിഞ്ഞു കളയുന്നു. അടുത്ത പ്രൊമോഷനും പോലീസ് മെഡലും അങ്ങനെ ACP ഉറപ്പാക്കുന്നു. ഷൈജു ആന്റണിയുടെ വാക്കുകൾ കേൾക്കുക. പോലീസിന് ഒരു നിലപാടില്ല. പോലീസ് രാവിലെ ഇന്ന് വരുമ്പോ 4:30 മണി കഴിഞ്ഞപ്പോൾ ഇവർ ഒരു 100-500 പോലീസുകാർ പുറത്തേക്ക് വന്നു. ഒരു 5 ബറ്റാലിയനായി തിരിഞ്ഞിട്ട് വിവിധ സ്ഥലങ്ങളിൽ പോയി അവർ നിന്നു. ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ ഒരു 9 അൽമായർ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളോട് നേരെ വന്നിട്ട് അവർ പറഞ്ഞത് നിങ്ങളിവിടെ ഇരിക്കണം. എന്നിട്ട് ഒരു 25 പോലീസുകാരെ ഞങ്ങൾക്ക് ചുറ്റിനോട്ടു. ഞങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോൺ മേടിച്ചു വെച്ചു. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ACP, ആ സമയത്ത് ACP ഇല്ല, അത് കഴിഞ്ഞിട്ട് ACP നടന്നു വന്ന് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ACP ജയകുമാറാണ് നിങ്ങൾക്കെതിരെന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെയല്ല. അകത്തേക്ക് പോയിരിക്കുന്നത് ക്രൈം ബ്രാഞ്ചിന്റെ SP ആണ്. ഇത് സർക്കാരിന്റെ തീരുമാനമാണ്. സർക്കാർ നിങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് SP ആണ്. ഇത് സർക്കാരിന്റെ തീരുമാനമാണ്. സർക്കാർ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്കറിയണം സർക്കാർ നിങ്ങളുടെ കൂടെ അല്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 6.5 ലക്ഷം വിശ്വാസികളുണ്ട്. സർക്കാർ ഞങ്ങളുടെ കൂടെ അല്ല എന്ന് സർക്കാർ പറയട്ടെ. ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കൾ പറയട്ടെ. അൽമായ മുന്നേറ്റം ഇന്ന് വരെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തിട്ടില്ല. ഇന്ന് ACP പറയുകയാണ് സർക്കാർ ഞങ്ങൾക്കെതിരാണെന്ന്. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? അതായത് ക്രിമിനൽസ് ആയ കുറച്ച് ആളുകളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് അവരോട് സംസാരിക്കാൻ വേണ്ടിയാണ് 21 വൈദികരകത്ത് കയറിയത്. സർക്കാർ ഈ ക്രിമിനൽസിനൊപ്പമാണോ? സർക്കാർ വ്യക്തമാക്കണം. സർക്കാരിന്റെ തീരുമാനമാണോ വൈദികരെ കയ്യും കാലും പൊക്കിയെടുത്ത് നിലത്തൂടി വലിച്ചഴച്ചു കൊണ്ടുപോകാൻ? സർക്കാർ പറയട്ടെ എന്ന്. ഞങ്ങൾ ഇന്ന് വരെ അൽമായ മുന്നേറ്റം ഇന്ന് വരെ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ BJPക്കോ അനുകൂലമായ ഒരു തീരുമാനമെടുത്തിരുന്നവരല്ല. എന്നാൽ ഇന്ന് വ്യക്തമായി പോലീസ് പറയുകയാണ് ഇത് സർക്കാരിന്റെ തീരുമാനമാണെന്ന്. അങ്ങനെ സർക്കാരിന്റെ തീരുമാനമാണെങ്കിൽ, സർക്കാർ ഞങ്ങൾക്കെതിരാണെങ്കിൽ അത് സർക്കാർ വ്യക്തമാക്കണമെന്ന്. ഞങ്ങളിപ്പോ ACPയോട് ചോദിച്ചു, ആരാ നിങ്ങളോട് പറഞ്ഞത്? CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞോ? ജില്ലാ സെക്രട്ടറി പറഞ്ഞോ? ഇല്ലെങ്കിൽ ഏത് സർക്കാർ ഉദ്യോഗസ്ഥരാണ് നിങ്ങൾക്ക് ഉത്തരവ് തന്നത്? നിങ്ങൾ കാണിക്ക്. ഒരു ഉത്തരവില്ല, ഒരു കോടതി ഉത്തരവില്ല, ഒരു സർക്കാർ ഉത്തരവില്ല. ഇദ്ദേഹം പറയുന്നത് സർക്കാരിന്റെ നയപരമായ തീരുമാനമാണെന്നാണ്.
നയപരമായി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ തീരുമാനമെടുക്കാൻ സർക്കാരിന് ധൈര്യമുണ്ടെങ്കിൽ എടുക്കട്ടെ. മധ്യ കേരള മഹായിടവകയുടെ ആസ്ഥാനത്ത് തിരുവനന്തപുരം പാളയം LMS കോമ്പൗണ്ടിൽ ഇതുപോലെയൊരു സംഘർഷം ഉണ്ടായതിന്റെ പേരിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് അടച്ചുപൂട്ടിയിട്ട് ഇന്നേക്ക് 5 മാസം പിന്നിടുന്നു. ഇരുമ്പ് സ്റ്റാൻഡ് കൊണ്ടടിച്ച് കൊലപാതക ശ്രമം വരെ നടത്തിയിട്ടും അക്രമികൾക്കെതിരെ പോലീസ് യാതൊരു നടപടികളും എടുത്തിട്ടില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 6 ലക്ഷത്തിലധികം വരുന്ന വിശ്വാസികളെയാണ് വിമതർ എന്ന് വിളിച്ച് അപമാനിക്കുന്നത് എന്നോർക്കണം. കാട്ടുകള്ളന്മാരുടെ ചാനൽ മുതലാളിയായി നിൽക്കുന്ന ബിനാമി കത്തോലിക്കനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചാനലിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് സഭയിലെ തീവട്ടി ബിഷപ്പുമാരാണെന്ന് നിങ്ങൾ അറിയണം. അവർ വാർത്ത എങ്ങനെയാണ് വളച്ചൊടിച്ചു കൊണ്ടുപോകുന്നത് എന്നും പ്രേക്ഷകർ കണ്ടു മനസ്സിലാക്കണം. വോട്ടർമാർ എന്ന കഴുതുകളെ ഉപയോഗിച്ച് രാഷ്ട്രീയക്കാർ നാട് കൊള്ളയടിക്കുന്നു. വിശ്വാസികൾ എന്ന് പറയുന്ന മുണ്ണക്കുഞ്ഞുങ്ങളെ കൊള്ളയടിച്ച് ആത്മീയ കുർവാ സംഘം സുഖമായി വാഴുന്നു. ഇതിലെല്ലാം മൂകസാക്ഷിയായി നമ്മുടെ കർത്താവും. ഇനിയൊരു 2 മാസം കൂടി കാത്തിരുന്നാൽ ഞങ്ങളുടെ സങ്കടത്തോടെയുള്ള ക്രൂശിന്റെ വഴി നിങ്ങൾക്ക് കാണാം. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.